ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മുരുടേശ്വരൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ അമ്പലത്തിലേക്ക് വരുന്നത് നമ്മൾ മൂകാംബികയിൽ നിന്നാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അവിടുന്ന് മൂകാംബികയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 60 കിലോമീറ്ററാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ മൂകാംബികയിലുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കർണാടകയിലെ ഉത്തര കർണാടകയിലുള്ള ഒരു മുരുടേശ്വരം എന്നൊരു സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം വരുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. കാരണം മുരുടേശ്വരൻ എന്നറിയപ്പെടുന്നത് ശിവനെയാണ് കേട്ടോ. പിന്നെ ഇത് അറേബ്യൻ കടലിന് ഏകദേശം അടുത്തായിട്ടുള്ള ഒരു കടുകഗിരി എന്നൊരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു അമ്പലം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഈ ഒരു അമ്പലം കുറച്ചും കൂടി ഫേമസ് ആക്കുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു 123 അടി അതായത് ഉയരമുള്ള ഒരു 37 മീറ്ററൊക്കെ ഉള്ള ഒരു ശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട് കേട്ടോ. അത് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ അത് കാണാനായിട്ട്. ആ ഒരു ശിവൻ്റെ പ്രതിമ എന്ന് പറയുന്നത് ലോകത്തിലെ ഉയരമേറിയ ശിവൻ്റെ പ്രതിമകളിൽ 2ാം സ്ഥാനത്തുള്ളതാണ് കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല എത്ര വലുതായിരിക്കും എന്നുള്ളത്. അപ്പം തന്നെ നമ്മളവിടെ എത്തിയിട്ട് നമ്മളത് പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മളത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയിട്ട് ചെരുപ്പൊക്കെ നമുക്ക് അവിടെ കൊടുക്കണം. അതിൽ കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഉള്ളിൽ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. 60 രൂപ 100 രൂപയ്ക്കൊക്കെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ തരും. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ വെക്കാൻ വന്നിട്ടുണ്ട്. ചെരുപ്പൊക്കെ വെച്ചിട്ട് നമുക്കിനി ഉള്ളിലേക്ക് പോകാം കേട്ടോ. ഞാനും അമ്മയും അച്ഛനും അതുപോലെ തന്നെ എല്ലാവരും ലക്ഷ്മി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ അടുത്ത് തന്നെ കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ നോക്കി വന്നാൽ കടലൊക്കെ കാണാമായിരുന്നു കേട്ടോ. പക്ഷേ ആ കടലിൽ ആരും ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചളി വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആരും ഇറങ്ങുന്നൊന്നും കണ്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ ചെരുപ്പൊക്കെ വെച്ചിട്ട് വന്നിട്ട് നമുക്കിനി ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അതായത് ഭയങ്കര വലുതായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു അമ്പലം വരുന്നത്. എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു, അതാണ് അങ്ങനെയുള്ളത്. 2 സൈഡും ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ പണി നടക്കുന്ന കാരണമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ നെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത് എങ്ങനെയാണ് കേട്ടോ കാണാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്രയാണ് പാസ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ബോർഡ് എല്ലാത്തിൻ്റെ എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. ഇവിടെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മുരുടേശ്വരൻ്റെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വലിയൊരു വാതിലൊക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമുക്കിനി ഉള്ളിൽ കയറിയിട്ട് നോക്കാം. പണി നടക്കുന്ന കാരണം തന്നെ ഇതുപോലെ കമ്പിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദ വേ ടു ടെമ്പിൾ, നമ്മുടെ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണത്. ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കൊരു 1.5 മണിക്കൂറിലൊക്കെ നമ്മൾ മൂകാംബികയിൽ നിന്ന് ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ മൂകാംബിക വരുന്നവർ എന്തായാലും ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുക. കാരണം നല്ലൊരു നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ട് കണ്ടോ വലിയ ശിവൻ്റെ പ്രതിമയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് പോയി കാണാൻ നല്ല ഭംഗി തന്നെയാണ്. നമ്മൾ അവിടെ നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഇതുപോലെ കടലൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അതിലാരും ഇറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു ചളിയൊക്കെ ഉള്ള വെള്ളമാണ് ഇവിടെ വരുന്നത്. നമുക്കിങ്ങനെ പോകുമ്പോൾ തന്നെ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അവിടെ എത്തി. ഇതാണ് ഫ്രണ്ട് വരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമുക്കിനി ഉള്ളിലേക്ക് കയറാം. ഇങ്ങനെ ഈ ഒരു ചെറിയ ലൈനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നോർമലി ഉള്ള അത്രയും തിരക്ക് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തില്ല. അങ്ങനെ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരിക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കയറിയിട്ട് ഇനി പോവാം. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ഉള്ളിൽ ജസ്റ്റ് ഞാൻ കുറച്ച് ഭാഗം എടുത്തതായിരുന്നേ. എൻട്രൻസിലൊന്നും ക്യാമറ യൂസ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശം. നമ്മളിതാ തൊഴുത് കഴിഞ്ഞ് വലമൊക്കെ വെക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് ശിവൻ്റെ ആ ഒരു പ്രതിമ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നമുക്ക് ഫുഡും ഉണ്ട് കേട്ടോ. ഓരോ ടൈമിലായിട്ട് ഫുഡും ഉണ്ട്. എത്ര പേർക്കാണെങ്കിലും അവിടെ ഫുഡുണ്ട്. ഫുഡും കുറച്ച് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഇതുപോലെ പാലുണ്ടായിരുന്നു, അതുപോലെ തന്നെ റവ ഉപ്മാവും പിന്നെ അവിൽ നനച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു. അത് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പോകുന്നേ ഉണ്ടായിരുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അങ്ങനെയായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി നമ്മൾ പോണത് ശിവൻ്റെ ഒരു പ്രതിമേൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ഉള്ളിൽ കൂടി തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഈ ഒരു അമ്പലത്തിനാണ് നമ്മളിവിടെ വന്നിട്ട് നമുക്ക് പുറത്തു കൂടി വരേണ്ട ഓപ്ഷൻ ഉണ്ട്, ഉള്ളിൽ കൂടെ വരാനായിട്ട്. നമ്മൾ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഡയറക്റ്റ്ലി സ്റ്റാച്യൂൻ്റെ അങ്ങോട്ട് പോകേണ്ട ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ സ്റ്റെപ്പുകൾ കയറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കുന്നിൻ്റെ മേലെയാണ് ഈ ഒരു സ്റ്റാച്യു വരുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. അപ്പുറത്ത് കടലും ആ ഒരു അമ്പലമൊക്കെ ആയിട്ട് സൂപ്പർ വ്യൂ തന്നെയായിരുന്നു.
ഇവിടെ നമ്മൾ മേലെ കയറിയിട്ട് നമ്മൾ എഗെയിൻ വേറെ പാസ് എടുക്കണം കേട്ടോ. നമ്മൾ താഴെ എടുത്ത പോലെയല്ല, മേലെ കയറിയിട്ട് എടുക്കണമായിരുന്നു. നമ്മളപ്പോൾ അവിടെ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ടാണ് കയറിയത്. നമ്മൾ കയറി വരുന്നതും ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ കുറച്ച് കടകൾ, നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ വാങ്ങണം, അങ്ങനെ വെള്ളമൊക്കെ വാങ്ങാം. എഗെയിൻ നമ്മൾ വീണ്ടും ഇനി സ്റ്റെപ്പ് കയറുകയാണ് കേട്ടോ. പക്ഷെ നമുക്ക് പെട്ടെന്ന് കയറിപ്പോവും, വലിയ തിരക്കൊന്നും ഈ ഒരു തിരക്കേ ഉള്ളൂ, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറി പോവായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ശിവൻ്റെ പ്രതിമയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, വലിയ പ്രതിമയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മളിനി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കയറാനായിട്ട് ഇപ്പം ഇങ്ങനെ കാണാനൊന്നും ആയിട്ട് പാസ്സൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അതിലേക്കാണ് നമുക്കിനി പാസ് വേണ്ടതുള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ നിൽക്കാം, ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ തൊഴുതാനുള്ള അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് സ്റ്റാച്ചു ആണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്, നമുക്കിതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ഒരു എക്സിബിഷൻ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് പാസ് കൊടുക്കണം കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. കുറേ ഇങ്ങനെ സ്റ്റാച്ചു ഒക്കെ ആയിട്ട് ഓരോ സ്റ്റോറിയൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഇതായിരുന്നു കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു അത് വലിയ ഇതൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഒന്ന് കാണാമെന്ന് മാത്രം. 20-30 രൂപയായിരുന്നു കേട്ടോ ഒരാൾക്ക് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് നമ്മളിനി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇതാണ് പുറത്തത്തെ വ്യൂ വരുന്നത്. നമുക്കിവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ആ ഒരു അമ്പലവും കടലൊക്കെ ആയിട്ട് നല്ല വ്യൂ ഉണ്ട്. അപ്പുറത്തെ മലയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോകണം. അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ പാർക്കിൻ്റെ അങ്ങോട്ട് വരാം കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണമല്ലോ, ഇതിൽ കൂടെ നമുക്ക് പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തേക്ക് പോകണമെങ്കിൽ ഇതിവിടെ തന്നെ നമുക്ക് നേരെ സ്റ്റാച്യൂവിൻ്റെ അങ്ങോട്ടും വരാം. 2 ഓപ്ഷനും ഉണ്ട്. വലിയ പാർക്കിംഗ് സൗകര്യമൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും മൂകാംബിക വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു പ്ലേസ് മസ്റ്റായിട്ട് ഒന്ന് പോവുക കേട്ടോ. കാരണം ഏകദേശം അടുത്താണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി ബാംഗ്ലൂർക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 11-11:30 ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പോകുന്ന സമയത്താണെങ്കിലും മഴ വെയിൽ അങ്ങനെ മാറി മാറിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് ദൂരമൊക്കെ മെയിൻ റോഡിൽ കൂടെ പോയിട്ട് പിന്നെ നമ്മളിങ്ങനെ കാട്ടിലൂടെ ഫോറസ്റ്റിലൂടെ ആയിരുന്നു കേട്ടോ പിന്നെയും കുറേ സമയത്ത് നമ്മൾ യാത്ര ഉണ്ടായിരുന്നത്. അതൊരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ അവിടെ ഉണ്ടാവുക. കാരണം അങ്ങനത്തെ നല്ല റോഡും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഫോറസ്റ്റ് ഏരിയയും അധികം വണ്ടികളൊന്നുമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷേ മഴയൊക്കെ പെയ്യുമ്പോൾ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പോൾ എന്തായാലും ഇനി രാത്രിയാവും, കാരണം അത്യാവശ്യം ദൂരമുണ്ട് ബാംഗ്ലൂർ. ഞങ്ങൾ ഇടയിലൊക്കെ ഇങ്ങനെ കുറേയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ താമസമൊക്കെ ഉള്ളവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിർത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഏരിയയിലൊന്നും നമുക്കൊരു ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് കൂടെയൊക്കെ വരുന്നവർ ഒന്നുമില്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ചെറുതായിട്ട് സ്നാക്സ് എങ്കിലും സ്റ്റോക്ക് വെക്കുക കേട്ടോ. കാരണം ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടോ, നമ്മൾ വരുമ്പോൾ ഒരു സ്പോട്ട് ഇങ്ങനെ കുറേ പേര് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ജസ്റ്റ് പോയിട്ട് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതൊരു 3 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. മൂകാംബികത്തെ വീഡിയോ, അവിടെ ലച്ചിൻ്റെ പെർഫോമൻസ് ഒക്കെ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് മുരുടേശ്വരം പോയതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ തരാം. ബൈ.